ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെ കാണാനായി പരിശ്രമിച്ചത്. ഒത്തിരി തീഷ്ണതയോടെ ദാഹത്തോടെ നിങ്ങൾ വചനം പഠിക്കാൻ കാണിക്കുന്ന താല്പര്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കർത്താവിൻ്റെ വചനം ആഴത്തിൽ ശ്രദ്ധിക്കാൻ ഈ നാളുകളിൽ ദൈവം നമുക്ക് തരുന്ന ആ താല്പര്യം തീർച്ചയായിട്ടും ഒത്തിരി ദൈവത്തിൻ്റെ കരുണയാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ദൈവവചനത്തെ ഗൗരവമായി എടുക്കുന്ന ആളുകളുടെ എണ്ണം തിരുസഭയിൽ കൂടി വരുന്നുണ്ട്. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന വചനത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിത ശൈലികളിലും നമ്മുടെ കാഴ്ചപ്പാടുകളിലും ചിന്താധാരകളിലുമൊക്കെ വചനം സജീവമായൊരു സ്വാധീനം ചെലുത്തുന്നതിൻ്റെ അത്യുദാത്തമായ മാതൃകാപരമായ ഉദാഹരണങ്ങൾ അനേകരിൽ, പ്രത്യേകിച്ച് യുവതിവാക്കന്മാരിലൊക്കെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ കാണാൻ കഴിയുമ്പോൾ ഞാൻ അതെല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൽ ഒരാളാകാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ദൈവം അവസരവും ഭാഗ്യവും അനുഗ്രഹവുമൊക്കെ തന്നതിനെ ഓർത്ത് നമുക്കൊരുമിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് ഏകാഗ്രമാക്കി കർത്താവിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കാനായി ഒരുങ്ങുന്നത്. നമുക്കത് പ്രാർത്ഥനയോടെ വായിച്ച് ഓരോ വാക്യത്തിലൂടെയും കർത്താവ് നമുക്ക് തരുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കാനായി പരിശ്രമിക്കാം. യോഹന്നാൻ 17 വിശദീകരിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് കൃത്യമായി വിഭജിക്കാവുന്ന 3 ഭാഗങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ ഭാഗമാണ് ഈശോ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തേത് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തേത് ഈശോ ശിഷ്യന്മാരിലൂടെ ദൈവവചനം കേട്ട് വിശ്വസിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ ആദ്യ ഭാഗത്തെ നമ്മൾ കണ്ടത് യേശു മഹത്വപ്പെടുന്നു എന്ന ആശയത്തിലാണ്, ജീസസ് ഗ്ലോറിഫൈഡ്. രണ്ടാമത്തെ ഭാഗം നമ്മൾ കണ്ടത് ശിഷ്യന്മാർ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന ആശയത്തിലാണ്, ദ ഡിസൈപ്പിൾസ് സാങ്ക്ടിഫൈഡ്. അതായിരുന്നു രണ്ടാം ഭാഗത്തിൻ്റെ പ്രമേയം. ഇനി മൂന്നാം ഭാഗത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വിശ്വാസികൾ ഐക്യപ്പെടുന്നു എന്നതാണ്. അല്ലെങ്കിൽ ആദ്യ ഭാഗം യേശു പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നെ മഹത്വപ്പെടുത്തണമേ എന്നാണ്. രണ്ടാം ഭാഗത്തിൽ യേശു പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കണമേ എന്നാണ്. മൂന്നാം ഭാഗത്തിൽ യേശു പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ ഐക്യത്തിൽ എത്തിക്കണമേ എന്നാണ്. യോഹന്നാൻ 17, 20 മുതൽ 26 വരെ ഒന്ന് ആദ്യം ഞാൻ വായിക്കാം. അതിനുശേഷം നമുക്ക് ഓരോ വാക്യങ്ങളായി കാണാം. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി. പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്നും ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനും ആയി ഞാൻ ഇനിയും അത് അറിയിക്കും. വളരെ വിലപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഇവിടെ ഈ ഈശോയുടെ പ്രാർത്ഥനയുടെ ആ വലയം വലുതാവുകയാണ്. ആദ്യം ഈശോ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാമതായിട്ട് ഈശോ തൻ്റെ മുൻപിലുണ്ടായിരുന്ന അപ്പസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൂന്നാമതായി ഇനി ഈശോ
ശിഷ്യന്മാരിലൂടെ സുവിശേഷം കേട്ട് വിശ്വസിക്കാൻ പോകുന്ന ലോകമാസകലമുള്ള നാം എല്ലാവരും ഉൾപ്പെടുന്ന ആ വ്യാപകമായ ഒരു ജനസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ വലയം വലുതാവുകയാണ്. അങ്ങനെയാണ് പ്രാർത്ഥനയുടെ വലയം വലുതാകേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നീട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നീട് ആ വിശാലമായ ആ സഭാസമൂഹത്തിനും മാനവകുലത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരാളുടെ ആത്മീയ വലിപ്പം അയാളുടെ പ്രാർത്ഥനയുടെ വലയം വലുതാകുന്നതിനനുസരിച്ചാണ്. ഇങ്ങനെ ഒരു ആത്മീയ മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്: ഒരാളുടെ ഹൃദയം വലുതാകുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. പ്രാർത്ഥനയില്ലായ്മ ഒരാളുടെ ഹൃദയം ചുരുങ്ങുന്നതിൻ്റെ പേരാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാ മനുഷ്യരാവുന്നു, നമ്മുടെ പ്രാർത്ഥനയിൽ അനേകം പേര് ഉൾപ്പെടുന്നു എന്നത് നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തോളം വിശാലവും വിസ്തൃതവും ഔദാര്യം നിറഞ്ഞതുമായി മാറുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ വലയം വലുതാവാൻ ഒരു സജീവമായ ശ്രദ്ധ നമുക്ക് പുലർത്തേണ്ടതുണ്ട് എന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ഇവിടെ ഒരു പ്രത്യാശയുണ്ട്. യേശുവിന് ഒരു പ്രത്യാശ. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഈശോ പിതാവിൽ വെക്കുന്ന ഒരു പ്രത്യാശയാണ്. പിതാവിൽ യേശുവിനുള്ള ആ വിശ്വാസവും പ്രത്യാശയും അനേകം പേര് ഇവരുടെ വാക്ക് കേട്ട് എന്നിൽ വിശ്വസിക്കുന്നതിന് അനേകരെ പിതാവ് തന്നിലേക്ക് ആകർഷിക്കും എന്ന ഒരു വിശ്വാസവും പ്രത്യാശയുമാണ്. ഇവിടെ വേറൊരു പ്രത്യാശയുണ്ട്. ആ രണ്ടാമത്തെ പ്രത്യാശ ഈ ശിഷ്യന്മാരിൽ ദുർബലരായ ഈ ശിഷ്യന്മാരിൽ യേശു വെക്കുന്ന പ്രത്യാശയാണ്. അതായത് നിസ്സാരരും ദുർബലരുമായ മനുഷ്യരിൽ നമ്മൾ വെക്കുന്ന ഒരു പ്രതീക്ഷയാണ് അവരെ വളർത്തുന്നത്. നമുക്ക് ഒരു മനുഷ്യൻ്റെ പ്രാപ്തിയിലേക്കും കഴിവിലേക്കും അവന് ഈ ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന നന്മകളിലേക്കും അയാളെ വളർത്താൻ കഴിയുന്നത് തീരെ പ്രതീക്ഷ വെക്കാൻ കഴിയാത്ത വിധം ദുർബലരെന്ന് തോന്നുന്ന മനുഷ്യരിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടൊരു പ്രത്യാശ വെക്കാൻ കഴിയുമ്പോഴാണ്. നോക്കുക, എത്ര ദുർബലരായ ഈ 12 മനുഷ്യരെ കൊണ്ടാണ് യേശു ഈ ലോകം തൻ്റെ സുവിശേഷത്തിൻ്റെ ആ ആകർഷണ വലയത്തിലേക്ക് കൊണ്ടുവന്നത്. ലോകത്തെ അങ്ങനെ ചേർത്ത് പിടിക്കാൻ ക്രിസ്തുവിന് സാധിച്ചത് അവൻ ഈ പ്രത്യാശ തൻ്റെ ശിഷ്യന്മാരിൽ അർപ്പിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ കഴിവുകളിൽ അവരെ വളർത്തിയെടുക്കാമെന്ന ആ വിശ്വാസത്തിൽ അദ്ദേഹം ആ പ്രത്യാശ വെച്ചതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുകയാണ്, അവരുടെ വചനം കേട്ട് നമ്മിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി. അതായത് യേശു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തണം. അതായത് യേശു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, അവരുടെ സാമ്പത്തിക സുസ്ഥിതിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, അവർ സംരക്ഷിക്കപ്പെടണമെന്ന് പോലും ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. മറിച്ച് വ്യാപകമായ ഒരു സഭാസമൂഹത്തെ തൻ്റെ പ്രാർത്ഥനാമുറിയിൽ കാണുമ്പോൾ തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് അവരെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ഏറ്റവും വലിയ കൺസേൺ അവർ ഒന്നായിരിക്കണം എന്നതായിരുന്നു. അപ്പോൾ ദൈവഹൃദയത്തിലെ സഭയെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ കൺസേൺ ഏതാണ് എന്ന് നിങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ വിശ്വാസികൾ ഒന്നായിരിക്കുക എന്നതാണ്. വിഭജിക്കപ്പെട്ടു പോകുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് ഏൽപ്പിക്കാവുന്ന ഏറ്റവും വലിയ മുറിവ്, ഏറ്റവും വലിയ ആഘാതം. ഒരിക്കൽ കൂടി അവനെ കുരിശിൽ തറയ്ക്കാൻ പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിന് മുമ്പിലേക്ക് അവനെ ഒരിക്കൽ കൂടി വലിച്ചിഴയ്ക്കാൻ, നിസ്വനും നീചനും നിസ്സഹായനും നിന്ദിനുമായി നാണം കെട്ട് നിൽക്കാൻ ക്രിസ്തുവിനെ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അനൈക്യത്തിൻ്റെ വിത്തുകൾ വിതച്ച് സഭാശരീരത്തെ മുറിക്കുക എന്നത്. അപ്പോൾ ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കുക, ദ ഗ്രേറ്റസ്റ്റ് കൺസേൺ ജീസസ് ഹാസ് ഫോർ ഹിസ് ബിലീവേഴ്സ് ഈസ് ദാറ്റ് ദേ ഷുഡ് ബി യുണൈറ്റഡ്. അവരൊന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും
അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രവൃത്തി ഐക്യത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നതാണ്. ഭിന്നിക്കാതിരിക്കുക എന്നതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും വിഭജനത്തിൻ്റെ മതിലുകൾ ഉയർത്താതിരിക്കുക എന്നതാണ്. നോക്കുക, നമ്മൾ ക്രിസ്തുവിൽ മാത്രമാണ് ഒന്നാവുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിഭജിക്കപ്പെടും. ഞാൻ മുൻപ് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഈസ് ജീസസ് ആൻഡ് ജീസസ് അലോൺ. നിങ്ങൾ ആരാധനക്രമം പറഞ്ഞാൽ ഭിന്നിക്കും. നിങ്ങൾ സഭാ പാരമ്പര്യം പറഞ്ഞാൽ ഭിന്നിക്കും. നിങ്ങൾ നിങ്ങളുടെ ആരാധനാ ഭാഷയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ ഭിന്നിക്കും. നിങ്ങൾ ഏത് റൈറ്റിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഭിന്നിക്കും. നിങ്ങളുടെ ആരാധനയുടെ രീതി പറഞ്ഞു തുടങ്ങിയാൽ ഭിന്നിക്കും. നമുക്ക് ഐക്യപ്പെടാനുള്ള ഏക തത്വം ക്രിസ്തുവാണ്. യേശുവിലാണ് നമ്മൾ ഒന്നാവുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, സംഭാവന ഭിന്നിക്കാതിരിക്കുക എന്നതാണ്. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ടത് ഇത് യൂണിഫോമിറ്റി അല്ല, ഐകരൂപ്യം അല്ല. എല്ലാവരും ഒരുപോലെ ഒരു യൂണിഫോം ഇട്ട് നിൽക്കുക എന്നതല്ല യേശു ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാവരും ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴിലാവുക എന്നതും ആവണമെന്നില്ല. ക്രിസ്തു ഉദ്ദേശിക്കുന്ന ഒരു ഐക്യം എന്ന് പറയുന്നത് യുനാനിമിറ്റിയാണ്, ഐകമത്യം, ഏകാഭിപ്രായം. അതുകൊണ്ട് അപ്പസ്തോലന്മാർ ഈ വാക്ക് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൽ ഏകാഭിപ്രായം ഉള്ളവരായി മാറണം. ഒരഭിപ്രായം. ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ്? 3 കാര്യങ്ങളാണ്. 1, ദൈവത്തെക്കുറിച്ചുള്ള ധാരണകളിൽ ഐക്യം. 2, ധാർമ്മികതയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ഐക്യം. 3, ക്രിസ്തുവിന് ചേർന്ന പെരുമാറ്റ രീതികളിലുള്ള ഐക്യം. അതായത് തിയോളജിയിലും മൊറാലിറ്റിയിലും അതുപോലെ തന്നെ ബിഹേവിയറിലും പെരുമാറ്റത്തിലുമുള്ള ഐക്യം. ഇതാണ് യുനാനിമിറ്റി, ഏകാഭിപ്രായം. അപ്പോൾ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ ഐക്യം നമ്മളെ ക്രിസ്തുവിൽ ഒന്നാവുന്നതിന് സഹായിക്കും. പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള സഭകളിൽപ്പെട്ടവർ ഞാൻ കണ്ടിട്ടുണ്ട് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഈ വ്യത്യാസങ്ങൾ കൂടാതെ അധ്വാനിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. കത്തോലിക്ക സഭയിലെ കൂട്ടായ്മയിലേക്ക് ചിലപ്പോൾ വിശ്വാസികളെ ആനയിച്ച് കൊണ്ടുവരുന്നത് പെന്തക്കോസ്ത് പാസ്റ്റർമാരാണ്. ചിലപ്പോൾ ചില പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഒറ്റപ്പെട്ടും നിസ്സഹായരായും കഴിയുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരുമായി ആശയവിനിമയം നടത്തി അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നത് അപ്പസ്തോലിക സഭകളിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലും വിപരീത അഭിപ്രായമുള്ളവരെന്ന് തോന്നുന്നവർ ചേർന്ന് നിൽക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ആ ഹൃദയ ഐക്യത്തിൻ്റെ ലാവണ്യം ഞാൻ ചുരുക്കം ചില ഇടങ്ങളിലെങ്കിലും വടക്കേ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു നമ്മുടെ ഹൃദയത്തിൻ്റെ ഐക്യം, അത് ക്രിസ്തു ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഐക്യപ്പെടുന്നതിന്, വിശ്വാസികളുടെ ഐക്യത്തിന് എന്താണ് മാതൃക? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം. വിശ്വാസികൾ ഐക്യപ്പെടുന്നതിൻ്റെ മോഡൽ, ആര് ഒന്നായിരിക്കുന്നത് പോലെയാണ് നമ്മൾ ഒന്നാവേണ്ടത്. അതാണ് നമ്മൾ വായിച്ച വാക്യം, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടത്. അത് പുറമേ കാണുന്ന ഒരു ഐക്യം അല്ല. അതാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യം പുറമേ കാണുന്ന ഒരൈക്യമല്ല, അത് വെളിയിൽ കാണുന്നതല്ല. മറിച്ച് അവർ ഒരു ഹൃദയമാണ്, അവർ ഒരു വില്ലാണ്, ഒരു തീരുമാനമാണ്, അവർക്ക് ഒരു മനസ്സാണ്. അതായത് 1 ഹാർട്ട്, 1 വിൽ ആൻഡ് 1 മൈൻഡ്. ഈ 3 കാര്യങ്ങളിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സത്താപരമായി അവർ ഒന്നാണ്. അവർ സത്തയിൽ, സബ്സ്റ്റൻസിൽ ഒന്നാണ്. എന്നാൽ അവർ 3 വ്യക്തികളാണ്, വ്യത്യസ്തരായ 3 വ്യക്തികളാണ്, വേറിട്ട 3 വ്യക്തികളാണ്. എന്നാൽ സത്തയിൽ അവർ ഒന്നാണ്. നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങെനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. ഇനി അങ്ങനെ അതിന് വേണ്ട റിസോഴ്സാണ് ഈ മഹത്വം. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് ഞാൻ അവർക്ക് നൽകുന്ന ആ റിസോഴ്സാണ്, കരുത്താണ്, ഇന്ധനമാണ്, അതിന് വേണ്ട ശക്തിയാണ്. ഞാൻ അവർക്ക് എൻ്റെ മഹത്വം കൊടുത്തു. എന്നാണ് എൻ്റെ മഹത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തു ആയിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ
ക്രിസ്തു പെരുമാറുന്നത് പോലെ, ക്രിസ്തു സ്വയം ജീവൻ കൊടുത്ത് സ്നേഹിച്ചതുപോലെ അങ്ങനെ പെരുമാറുന്ന എൻ്റെ ക്യാരക്ടർ ഞാൻ അവർക്ക് കൊടുത്തു. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അനുകരിക്കേണ്ടത് എന്താണ്? അവിടുത്തെ സ്വഭാവമാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരാനാണ് വന്നത്. എന്താണ് ജീവൻ? ക്രിസ്തു ജീവിച്ചതുപോലെയുള്ള ജീവിതം എന്നതിൻ്റെ പേരാണ് ക്രിസ്തുവിൻ്റെ ജീവൻ. നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവം ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ നമ്മളെ ദൈവം സഹായിക്കും എന്നാണ്. ക്രിസ്തു പറയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ്. നിങ്ങൾക്ക് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ജീവൻ ഉണ്ടായിരിക്കില്ല. ആരുടെ ജീവൻ? എൻ്റെ ജീവൻ. എൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ജീവിതം, എൻ്റെ ക്യാരക്ടർ, എൻ്റെ സ്വഭാവം. നമുക്ക് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നൊരു കാര്യം, ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുന്ന നമ്മിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ദിവ്യകാരുണ്യത്തിനെതിരെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഗുരുതരമായ മാരകമായൊരു പാപമാണ്. ഒരു വശത്ത് ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുകയും ക്രിസ്തുവിനോട് ശരീരത്തിൽ ഒന്നാവുകയും ചെയ്യുന്ന ഒരാൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം പുറത്ത് വെളിപ്പെടുത്താതിരിക്കുമ്പോൾ, അയാളിൽ നിന്ന് പുറത്തു വരാതിരിക്കുമ്പോൾ, ദാറ്റ് ഈസ് എ യൂക്കറിസ്റ്റിക് കോൺട്രഡിക്ഷൻ. അതൊരു ദിവ്യകാരുണ്യ വൈരുദ്ധ്യമാണ്. ദിവ്യകാരുണ്യം ഒരാളിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സ്കാൻഡലസായ റെസ്പോൺസാണിത്. അതൊരു എതിർസാക്ഷ്യം നൽകുന്ന പ്രതികരണമാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിനോടകം ക്രിസ്തുവായി മാറേണ്ടവരായിരുന്നില്ലേ? ഇതിനോടകം നമ്മിൽ നിന്ന് ക്രിസ്തു വെളിപ്പെടേണ്ടതായിരുന്നില്ലേ? അത് ഓരോ കുർബാന സ്വീകരണത്തിന് ശേഷവും നമ്മൾ യൂദാസിൽ പിശാച് പ്രവേശിച്ചതുപോലെ സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ദിവ്യകാരുണ്യത്തിനെതിരെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മാരകമായ ഒരു പാപം അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മിലേക്ക് ദൈവം തന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. ഇതിനെയാണ് വിളിക്കുന്നത് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. ഞാൻ അവരിലും അവർ എന്നിലും, നമ്മൾ അവരിലും അവർ എന്നിലും. അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. അതായത് നമ്മളിൽ ക്രിസ്തു, ദിവ്യകാരുണ്യത്തിലൂടെ നമ്മളിൽ ക്രിസ്തു എഴുന്നള്ളി വന്ന് വസിക്കുമ്പോൾ, ത്രിയേക ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ, നമ്മളിൽ നിന്ന് ആ ശക്തി കൊണ്ടാണ് നമ്മളിൽ ഈ ഭൗമികമായിട്ടുള്ളതെല്ലാം മാറേണ്ടത്. പൈശാചികമായിട്ടുള്ളതും മാനുഷികമായിട്ടുള്ളതും ലൗകികമായിട്ടുള്ളതും എല്ലാം മാറേണ്ടത് നമ്മിൽ വസിക്കുന്ന ആ ത്രിയേക ദൈവത്തിൻ്റെ ശക്തിയാലാണ്. പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി, അങ്ങനെക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അതാ പറയാണ്, ഈ വിശ്വാസികൾ ഒന്നായി മാറുന്നതിന് ഞാൻ ആയിരിക്കുന്നിടത്ത്, ഞാൻ പിതാവിൻ്റെ അടുത്ത് അനുഭവിക്കുന്ന മഹത്വത്തിലേക്ക് അവർ വരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. 2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഈ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഒന്നാമത്തേത് ഈ 3-ാം ഭാഗം ഉണ്ടല്ലോ, അതായത് വിശ്വാസികൾ ഐക്യപ്പെടണം എന്നത്, അത് സംഭവിക്കണമെങ്കിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ സംഭവിക്കണം. അതായത് 3-ാമത്തെ ഈ കാര്യം കണ്ടീഷണലാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. ഇത് കണ്ടീഷണലാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മളിൽ നടന്നാലേ ഈ 3-ാമത്തെ കാര്യം നമ്മളിൽ നടക്കും. എന്താണ് ആദ്യത്തെ 2 കാര്യങ്ങൾ? ഒന്ന്, നമ്മൾ ക്രിസ്തു മഹത്വപ്പെടണം. അതായിരുന്നല്ലോ ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം, ജീസസ് ഗ്ലോറിഫൈഡ്. അതായത് എല്ലാ പ്രവൃത്തികളിലും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവരാകുമ്പോൾ, നമ്മളെപ്പോഴും വെൻ വി സീക്ക് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ എവറിത്തിങ്, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ക്രിസ്തുവിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവരാകുമ്പോൾ അവിടെ 1-ാമത്തെ വ്യവസ്ഥ നിറവേറി. ഇനി 2-ാമത്തേത്, നമ്മൾ എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ, വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവായി മാറാൻ ആഗ്രഹിക്കുമ്പോൾ, അതാണ് 2-ാം ഭാഗം, ഡിസൈപ്പിൾ സാങ്ക്ടിഫൈഡ്, ശിഷ്യന്മാർ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ. ഈ 3-ാമത്തേത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. വിശ്വാസികൾക്കിടയിൽ ഐക്യം എന്നതല്ലാതെ മറ്റൊന്നുണ്ടാവാനിടയില്ല. അതായത് എവിടെയാണ് ഭിന്നത ഉണ്ടാവുന്നത്? ഭിന്നത ഉണ്ടാവുന്നത് മുഴുവൻ ഒരാൾ ക്രിസ്തുവിൻ്റെ മഹത്വം അന്വേഷിക്കുന്നതിന് പകരം സ്വന്തം മഹത്വം അന്വേഷിക്കുന്നിടത്താണ്.
എവിടെ ഭിന്നതയുണ്ടോ നിങ്ങൾ പരിശോധിക്കൂ. എവിടെ ഭിന്നതയുണ്ടോ അവിടെ അതിൻ്റെ പിന്നിൽ അഹങ്കാരമുണ്ട്. ആരോ തങ്ങളുടെ മഹത്വം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യമായി പരിഗണിച്ചതിൻ്റെ അനന്തരഫലമാണ് അനൈക്യം. അതുകൊണ്ട് രണ്ടാമത്തേത്, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ, ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ ജീവിതത്തിൽ എന്ത് വില കൊടുത്തും എല്ലാവരോടും സമാധാനത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും സ്നേഹം മുറിയാതിരിക്കാൻ അയാൾ കരുതലോടെ ഇരിക്കും. ജീവിതത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അത് ഒരാളെ ഹൃദയം മുറിച്ച് ഇരുവശത്തേക്ക് വേർപിരിയുന്നതിലേക്ക് നയിക്കുന്നില്ല. രണ്ട് വശങ്ങളിലേക്ക് മനുഷ്യർ പിരിയുന്നില്ല, മറിച്ച് അവർ സ്നേഹത്തിൽ നിന്ന് മുറിക്കപ്പെടുന്നില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമുക്ക് ഈ ഐക്യം ഉണ്ടാകാത്തതിന് ഈ രണ്ട് തലങ്ങളില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നതിന് പകരം ഓരോരുത്തരും തങ്ങളുടെ മഹത്വം അന്വേഷിക്കുന്നു. രണ്ടാമത്തേത്, വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതൊരു പ്രയോറിറ്റിയായി മാറുന്നില്ല. വിശുദ്ധി നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, പാപത്തിലേക്ക് പോയാലും വേണ്ടില്ല, ഈ വെറുപ്പിൽ കഴിയാം എന്ന് ചിന്തിക്കുന്നിടത്ത് മനുഷ്യൻ സാങ്ക്ടിഫിക്കേഷൻ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതേ, ഈ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഡിനോമിനേഷണൽ ലേബലുകളൊന്നും ഇല്ല. ഒരാൾ ക്രിസ്തുവിലാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. മരണത്തിന് ശേഷം നിങ്ങൾ കത്തോലിക്കനാണോ, ഓർത്തഡോക്സുകാരനാണോ, നിങ്ങൾ സീറോ മലബാറാണോ, മലങ്കരയാണോ, ലത്തീനാണോ, ഇങ്ങനെയുള്ള ലേബലുകളൊന്നുമില്ല. മറിച്ച് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിലാണോ, ക്രിസ്തുവിന് വെളിയിലാണോ, ഈ വിഭജനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെയാണോ, എനിക്ക് പുറത്താണോ. അതുകൊണ്ട് നമുക്ക് ഈ വ്യത്യാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോരുത്തരും തനതായ പാരമ്പര്യങ്ങളിലും ദൈവശാസ്ത്രത്തിലും ആചാരരീതികളിലും ആണ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നത്. അത് സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. എന്നാൽ അതിന് അമിതമായ പ്രാധാന്യം നൽകി നമുക്കിടയിൽ വിഭജനങ്ങൾ വർദ്ധിക്കുമ്പോൾ, മതിലുകൾ ഉയരുമ്പോൾ, വ്യത്യാസങ്ങൾ പറയാൻ യൂട്യൂബിലെ വീഡിയോകളുടെ എണ്ണം കൂടുമ്പോൾ, അതൊരു വളർച്ചയായിട്ടല്ല, ഒരു ഭയാനകമായ അധപ്പതനത്തിൻ്റെ ആരംഭമായിട്ട് കൂടി കാണേണ്ടതുണ്ട്. നമ്മൾ എവിടെയെല്ലാമാണ് ഒന്നിക്കുന്നത് എന്ന് പറയാനല്ലേ നമുക്ക് കൂടുതൽ പ്രബോധനങ്ങൾ നൽകപ്പെടേണ്ടത്. നമുക്ക് എവിടെയെല്ലാം ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചല്ലേ. ഓരോരുത്തരും അവരവരുടെ തനതായ വ്യത്യസ്തതകൾ കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഒരുമിച്ച്, എനിക്ക് പലപ്പോഴും സങ്കടം വരുന്ന ഒരു കാര്യം, എതിരഭിപ്രായം കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാവാം. അതായത് നമുക്കൊരുമിച്ചൊരു കൊന്ത ചൊല്ലാൻ പോലും പറ്റാത്ത വിധം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വ്യത്യസ്തമാണ്. ഒരു നന്മ നിറഞ്ഞ മറിയം നമുക്ക് ഒരുമിച്ച് ചൊല്ലാൻ കഴിയില്ല. കാരണം നമ്മുടെ ഭാഷാപ്രയോഗങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുമിച്ച് വരാൻ പറ്റുന്നത് വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അല്ല ഒരു ഡിനോമിനേഷൻ ആവുക എന്നതല്ല, ഒരു റീത്താവുക എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തുവിൽ ഒന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് കർത്താവ് പറയുന്ന അവസാനത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങയുടെ നാമം ഞാൻ അവരെ അറിയിച്ചു. അങ്ങ് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനും ഞാൻ ഇനിയും അങ്ങയുടെ നാമം അവരെ അറിയിക്കും. അതായത് ഒരു പ്രബോധനത്തിലാണ്, ഒരു അറിവിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവേണ്ടത്. ഒരു വെളിച്ചം, പ്രബോധനം ഇല്ലെങ്കിൽ ജനം നശിക്കും. നമുക്ക് ഈ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്താണ്, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്, നമുക്ക് നമ്മളിൽ നിന്ന് ദൈവം ഇത്തരം കാര്യങ്ങളെ വിലമതിക്കുന്ന എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണകൾ വരുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരാൻ കഴിയുന്നത്. അങ്ങനെ 17-ാം അധ്യായം ഇന്ന് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മുതൽ 18-ാം അധ്യായം അത് ഈശോയുടെ പീഡാനുഭവം, പാഷൻ നരേറ്റീവാണ്. നമുക്ക് വേഗത്തിൽ പോകാൻ കഴിയുന്ന ഭാഗമാണ്. നമുക്ക് ഒത്തിരി സന്തോഷം നിങ്ങൾ ഈ പഠന പരമ്പരയിൽ ഒരുമിച്ച് ചേരുന്നതിന്. ഞാൻ എല്ലാവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.